നമസ്കാരം. തിരുവനന്തപുരം MP ഡോക്ടർ ശശി തരൂർ കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചു. പഹൽഗാം ആക്രമണ ശേഷം സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാൻ വിദേശത്ത് പോകുന്ന 7 സമിതികളിൽ ഒന്നിനെ നയിക്കും. കോൺഗ്രസ് കൊടുത്ത പേരുകൾ അംഗീകരിക്കാതെയാണ് കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ സമിതി അധ്യക്ഷനായി നിയമിച്ചത്. ഇത് ശരിയോ തെറ്റോ എന്നാണ് ചോദ്യം. ഒന്നാം ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ ധനമന്ത്രി ഷൺമുഖം ചെട്ടിയായിരുന്നു. കൊച്ചിയുടെ മുൻ ദിവാനായിരുന്ന അതേ ഷൺമുഖം ചെട്ടി. മറൈൻ ഡ്രൈവ് വഴി പോകുന്ന ആ റോഡിന് ഇപ്പോഴും പേര് ഷൺമുഖം റോഡ് എന്നാണ്. ആ ഷൺമുഖം ചെട്ടി കോൺഗ്രസുകാരൻ ആയിരുന്നില്ല, ജസ്റ്റിസ് പാർട്ടി നേതാവായിരുന്നു. നിയമമന്ത്രിയായിരുന്ന ഡോക്ടർ BR അംബേദ്കർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു. എല്ലാ പാർട്ടികളിലെയും മികവുള്ളവർ ചേർന്ന് ഭരിക്കുക എന്നതായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്ന മഹത്തായ ജനാധിപത്യ സംസ്കാരം. അത്തരമൊരു സംസ്കാരത്തിന്റെ ഭാഗമായി കാണാനാകുമോ തരൂരിന്റെ പുതിയ ഉത്തരവാദിത്തങ്ങൾ? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. പാർട്ടിയേക്കാൾ വളരുന്നോ ഡോക്ടർ തരൂർ? ഡോക്ടർ ശശി തരൂർ BJP മന്ത്രിസഭയിൽ അംഗമായിട്ടൊന്നുമില്ല, BJP യോഗത്തിൽ പങ്കെടുത്തിട്ടുമില്ല. ആകെ ചെയ്തത് കേന്ദ്ര സർക്കാർ നിയമിച്ച സർവകക്ഷി പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിനെ നയിക്കാൻ തീരുമാനിച്ചതാണ്. അത്തരം സമിതികളിൽ CPIMന്റെ ജോൺ ബ്രിട്ടാസും മുസ്ലിം ലീഗിന്റെ ET മുഹമ്മദ് ബഷീറുമുണ്ട്. മലയാളിയായ മുൻ BJP മന്ത്രി V മുരളീധരനും അത്തരമൊരു സംഘത്തിൽ ഉണ്ട്. ഇവിടെ ഏക പ്രശ്നം കോൺഗ്രസ് കൊടുത്ത 4 പേരുകളാണ്. അതിൽ തരൂർ ഉണ്ടായിരുന്നില്ല എന്നതാണ്. പാർട്ടി നൽകിയ 4 പേരുകൾ പരിഗണിക്കാതെ സർക്കാർ ചില കോൺഗ്രസ് നേതാക്കളെ നേരിട്ട് വിളിച്ചു. സൽമാൻ ഖുർഷിദ്, മനീഷ് തിവാരി എന്നിവർക്കൊക്കെ അങ്ങനെ ക്ഷണം കിട്ടിയതാണ്. അവരെല്ലാവരും പാർട്ടിയോട് ആലോചിക്കാനാണ് മറുപടി നൽകിയത്. ശശി തരൂർ മാത്രം പാർട്ടിയോട് ആലോചിക്കാതെ ക്ഷണം സ്വീകരിച്ചു. അത് വിശദീകരിച്ച് തരൂർ പറയുന്നത് ഈ രാജ്യത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് എന്നാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻ അണ്ടർ സെക്രട്ടറി ജനറൽ എന്ന നിലയിൽ തരൂരിന് നയതന്ത്രത്തിൽ ഉള്ള പ്രാഗൽഭ്യം രാജ്യത്തിനു വേണ്ടി വിനിയോഗിക്കുന്നു. ഇതാണ് BJP പറയുന്ന ന്യായീകരണം. എന്നാൽ BJP വിരിച്ച വലയിൽ തരൂർ വീണു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പാകിസ്ഥാന് തിരിച്ചടി നൽകിയ കാര്യത്തിലും കോൺഗ്രസ് നൽകിയ പ്രതികരണമായിരുന്നില്ല തരൂരിൻ്റേത്. 100% കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നതും എല്ലാ തരത്തിലും സർക്കാരിനെ പിന്തുണയ്ക്കുന്നതുമായിരുന്നു ആ നിലപാട്. ഇപ്പോൾ സമിതി നായകത്വം കൂടിയായതോടെ തരൂർ പുറത്തേക്കോ എന്നാണ് അഭ്യൂഹങ്ങൾ. ശശി തരൂരിന് മുമ്പ് ആഗോള പൗരൻ എന്ന പേരു കിട്ടിയ മലയാളി VK കൃഷ്ണമേനോൻ ആയിരുന്നു. ഒരു കാലത്ത് നെഹ്റു കഴിഞ്ഞാൽ കോൺഗ്രസിൽ രണ്ടാമൻ എന്ന് വിലയിരുത്തപ്പെട്ട ആളാണ്. പ്രഗത്ഭനായ പ്രതിരോധ മന്ത്രിയുമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ചട്ടങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള ചർച്ചകൾ ലണ്ടനിൽ നടത്തിയത് കൃഷ്ണമേനോൻ ഒറ്റയ്ക്കായിരുന്നു. ആ കൃഷ്ണമേനോൻ പിന്നീട് കോൺഗ്രസിൽ ഒറ്റപ്പെട്ടു. മുംബൈയിൽ കോൺഗ്രസിനെതിരെ മത്സരിച്ച് തോറ്റു. പിന്നെ കൊൽക്കത്തയിൽ നിന്ന് കോൺഗ്രസിനെ തോൽപ്പിച്ച് ലോക്സഭയിലെത്തി. ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഇടത് പിന്തുണയോടെ സ്വതന്ത്രനായി ജയിച്ചു. കോൺഗ്രസ്സുകാരനായല്ല കൃഷ്ണമേനോൻ മരിച്ചത്, തിരുവനന്തപുരത്ത് നിന്നുള്ള ഇടത് MP ആയാണ്. ഇനി കൃഷ്ണമേനോൻ കൊൽക്കത്തയിൽ സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ആയിരുന്നയാളുടെ കാര്യമെടുക്കാം. 34-കാരനായ പ്രണബ് മുഖർജി ആയിരുന്നു പ്രചാരണം നയിച്ച് VK കൃഷ്ണമേനോനെ ജയിപ്പിച്ചത്. കോൺഗ്രസിനെ തോൽപ്പിച്ച ആ പ്രചാരണ മികവ് കണ്ടാണ് പ്രണബിനെ ഇന്ദിരാഗാന്ധി വിളിപ്പിച്ച് രാജ്യസഭ MP ആക്കി കോൺഗ്രസിൽ എടുത്തത്. ആ പ്രണബും അവസാന കാലത്ത് കോൺഗ്രസിനെ ധിക്കരിച്ച് RSS ആസ്ഥാനത്തെത്തി. കൃഷ്ണമേനോന്റെയും പ്രണബിന്റെയും അതേ പാതയിലാണോ ശശി തരൂരും സഞ്ചരിക്കുന്നത് എന്നാണ് ചോദ്യം. വിനീത വിധേയരുടെ പാർട്ടിയാണ് എന്നും കോൺഗ്രസ്. അവിടെ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലെങ്കിലും ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതാണ് പാർട്ടി പരിപാടി. അതിനു മുകളിൽ കയറി അഭിപ്രായം പറയാൻ ആരെയും അനുവദിക്കാറില്ല. ശരത് പവാർ മുതൽ ഗുലാം നബി ആസാദ് വരെ അങ്ങനെ പുറത്തുപോയവരാണ്. മല്ലികാർജുൻ ഖാർഗെക്കെതിരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ തന്നെ പാർട്ടിയുടെ കണ്ണിലെ കരടാണ് തരൂർ. ശശി തരൂർ കോൺഗ്രസിനോട് ഇടയുന്നത് ഇതാദ്യമല്ല. കേന്ദ്രമന്ത്രിയായപ്പോൾ നടത്തിയ കാറ്റിൽ ക്ലാസ് പ്രയോഗത്തിലൂടെയാണ് ആദ്യം അതൃപ്തിക്ക് പാത്രമായത്. പിന്നെ മന്ത്രിസ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വന്ന വിവാദങ്ങൾ, IPLുമായി ബന്ധപ്പെട്ടുയർന്ന ക്രമക്കേടുകൾ, ഗുലാം നബി ആസാദുമായൊക്കെ ചേർന്ന് പാർട്ടിയിൽ ഉയർത്തിയ എതിർപ്പുകൾ, ഇങ്ങനെ
ഈ കാലം മുഴുവൻ ഒരു വിമതത്വം തരൂരിനുണ്ടായിരുന്നു. അപ്പോഴൊക്കെ കോൺഗ്രസിൽ നിന്ന് കനപ്പെട്ട നടപടിയൊന്നും ഉണ്ടാകാത്തതിന് കാരണം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: തരൂർ അല്ലാതെ മറ്റൊരാൾ മത്സരിച്ചാൽ തിരുവനന്തപുരം നഷ്ടപ്പെടുമോ എന്ന ഭീതി. ഒ രാജഗോപാലിന്റെയും കുമ്മനം രാജശേഖരന്റെയും സ്വീകാര്യത മറികടന്നത് തരൂരിന്റെ പ്രഭാവം കൊണ്ട് മാത്രമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നിസ്സാര വോട്ടിന് മാത്രം തോറ്റതോടെ BJP പല മടങ്ങ് പ്രതീക്ഷയിലാണ്. തൃശൂരിനു പുറമെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു MP കൂടി ഒപ്പം വരും എന്നാണ് ആ പ്രതീക്ഷ. തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുറത്തു ചാടിച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു കയറാം എന്ന് കരുതുന്നയാളാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ. തരൂർ ഇറങ്ങാൻ തയ്യാറായാൽ പകരം ചോദിക്കുന്ന ഏത് പദവിയും BJP ഇപ്പോൾ നൽകും. ഇത് അറിയാവുന്നതുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോഴും കരുതലോടെ നിൽക്കുന്നത്. BJP ആകുന്നതിന് ഡോക്ടർ ശശി തരൂരിനുള്ള ഏക തടസ്സം എഴുതിക്കൂട്ടിയ പുസ്തകങ്ങളാണ്. തരൂർ ഇതുവരെ എഴുതിയതെല്ലാം BJP വിരുദ്ധ പുസ്തകങ്ങളായിരുന്നു. RSSനെയും BJPയെയും വിമർശിക്കാതെ ഒരു നിലപാടും തരൂർ കൈക്കൊണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ വൈ ഐ ആം എ ഹിന്ദു എന്ന പേരിൽ മൃദു ഹിന്ദുത്വ പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. RSS പറയുന്ന ഹിന്ദുവല്ലെന്നും വേറിട്ടൊരു ഹിന്ദുവാണെന്നുമുള്ള ആ പ്രയോഗം സാധാരണക്കാരായ കോൺഗ്രസുകാർക്ക് വളരെ സ്വീകാര്യമാണ്. ദൈവവിശ്വാസിയായ BJP വിരുദ്ധൻ എന്ന നിലയിലാണ് തരൂർ സ്വയം അഭിമാനിക്കുന്നത്. കെ കരുണാകരനായിരുന്നു കേരളത്തിൽ ആ നിലയിൽ ശ്രദ്ധേയനായ നേതാവ്. എല്ലാ മലയാള മാസവും 1-ാം തീയതി ഗുരുവായൂർക്കുള്ള കരുണാകരന്റെ യാത്രയാണ് ഹിന്ദു വോട്ടുകളിൽ നല്ലൊരു പങ്ക് കോൺഗ്രസിൽ ഉറപ്പിച്ചിരുന്നത് എന്ന് കരുതുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. അതുപോലെ BJPയിലേക്ക് പോകുമായിരുന്ന കുറേ വോട്ടുകൾ കൂടി നേടിയാണ് തരൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം ജയിച്ചത്. അതിനുമപ്പുറം തരൂരിന് ഒരു സംഘപരിവാറുകാരനാകാൻ കഴിയുമോ എന്നതാണ് ലക്ഷം കോടി രൂപയുടെ ചോദ്യം. അങ്ങനെ തരൂർ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് പെട്ടെന്നൊന്നും ഊരിപ്പോകാൻ കഴിയുകയുമില്ല. സ്പോട്ട്ലൈറ്റിനി നാളെ ഇതേ സമയം മറ്റൊരു വിഷയവുമായി. നമസ്കാരം.